الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവിൻ്റെ പരമാവധി പാലിക്കുവാൻ, മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും, കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അത്യുന്നതങ്ങളിൽ ഒരുമിച്ച് കൂടുവാനും വേണ്ടിയുള്ള ശ്രദ്ധയും തഖ്വയും നിരന്തരമായ പ്രാർത്ഥനയും എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. നല്ല വെളുത്ത വസ്ത്രവുമായി കറുത്തിരണ്ട തലമുടിയോടെ സുന്ദരനായ ഒരു അപരിചിതൻ. അന്നാട്ടുകാരനല്ല, എന്നാൽ യാത്രയുടെ ക്ഷീണമൊന്നും അയാളിൽ കാണാനുമില്ല. എന്തായാലും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഖാമുഖം ചേർന്ന് ഇരിക്കുന്നു. എന്നിട്ട് ഇസ്ലാം കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അതങ്ങനെ തന്നെയാണ്, ശരിയാണ് എന്ന് സത്യപ്പെടുത്തുന്നു. അതിനുശേഷം ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിൻ്റെ 6 കാര്യങ്ങളും പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അപ്പോഴും പറഞ്ഞു, സ്വതക്കത്ത,
അതും ശരി തന്നെയാണ്, തെറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചു, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അപ്പോൾ റസൂൽ പറഞ്ഞു, അത് എനിക്കറിയില്ല. താങ്കൾക്കറിയില്ലല്ലോ, അതുപോലെ എനിക്കും അറിയില്ല. അതിന് അടയാളങ്ങൾ ചോദിച്ചു. ചിലതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. അവസാനമായി ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, വമൽ ഇഹ്സാൻ, എന്താണ് താങ്കൾ ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇഹ്സാൻ, നന്മ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ ആരാധിക്കുന്നത് അല്ലാഹുവിനെ നീ കാണുന്നത് പോലെയായിരിക്കണം. അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ നിനക്ക് അല്ലാഹുവെ ആരാധിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇഹ്സാൻ. ഫഇല്ലം തകുൻ തറാഹു, അല്ലാഹുവിനെ നിനക്ക് കാണാൻ കഴിയില്ല എന്നത് നിനക്ക് സങ്കടമുണ്ടാക്കേണ്ടതൊന്നുമല്ല. കാരണം ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നു എന്ന് നിനക്ക് തിരിച്ചറിവുണ്ടായാൽ മതി. ഇസ്ലാം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു മുസൽമാനായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വന്ന മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരോട് ചോദിക്കുന്നു, അത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറയുന്നു, ഞങ്ങൾക്കറിയില്ല, അള്ളാഹുവിനറിയാം. അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ട് റസൂലിനും അറിയാം, അല്ലാഹു റസൂലുഹു അഅലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീലായിരുന്നു. അതാക്കും, അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ അരികിൽ വന്നത് ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന മതം അതെന്തെല്ലാമായിരിക്കണം, എങ്ങനെയെല്ലാമായിരിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. 3 ചോദ്യങ്ങളാണ്. ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ് എന്ന്. നമ്മൾ ആദ്യമായി തീരേണ്ടത് മുസ്ലിമാണ്. ആ ഇസ്ലാമിൽ നിന്ന് പിന്നീട് നമ്മൾ ഈമാനിലേക്ക് ഒരു പടി കൂടി മുന്നോട്ട് പോയി മുഅ്മിനുകളായി തീരണം. മുഅ്മിനാവുന്നത് എങ്ങനെയാണെന്ന ചോദ്യത്തിനാണ് ഇഹ്സാൻ ചെയ്തുകൊണ്ടായിരിക്കണം. ഇഹ്സാൻ ചെയ്യുക, മുഹ്സിനായി ജീവിക്കുക എന്നതാണ് സത്യവിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന പദവി എന്ന് ഈ ഹദീസും ഈ ആശയത്തിൽ പരിശുദ്ധ ഖുർആനിലുള്ള 1-ലധികം ആയത്തുകളും വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകളും മുഹദ്ദിസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മുഹ്സിനുകളാവണം എന്നർത്ഥം. അല്ലാഹുവോടാണ് നമുക്ക് ഇടപാടുള്ളത്, ബന്ധമുള്ളത്. അല്ലാഹു എല്ലാം കേൾക്കുന്ന രൂപത്തിൽ, എല്ലാം കാണുന്ന രൂപത്തിൽ, എല്ലാം അറിയുന്ന രൂപത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് എന്നത് നമുക്ക് അല്ലാഹുവെ കാണാവുന്നത് പോലുള്ള ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. അതാണ് നമ്മൾ വളരെ രഹസ്യമായി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ പ്രത്യേകിച്ച്, അതും ളുഹ്ർ അസ്ർ പോലുള്ള സിറായി രഹസ്യമായി ഓതുന്ന റക്അത്തുകളിൽ പോലും നമ്മളുടെ ചുണ്ടും നാവും അനങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് പറയാനുള്ളത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ്. നിന്നെ, ഞാൻ എൻ്റെ മനസ്സിലാണ് പറയുന്നത്, എൻ്റെ നാവ് ചലിക്കുന്നില്ല, ചുണ്ട് ചലിക്കുന്നില്ല, പക്ഷെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് നിന്നെ എന്നാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കണമേ.
സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഈ നീ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് നമ്മളോടല്ലല്ലോ, നമ്മുടെ മനസ്സിനോടുമല്ലല്ലോ. നമ്മെ കാണുന്ന, കേൾക്കുന്ന, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അത്രയും അടുത്തുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന അള്ളാഹുവോടാണല്ലോ. സത്യത്തിൽ അങ്ങനെ അള്ളാഹുവെ കാണാൻ നമുക്ക് കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മളുടെ ഈമാനും ഇഹ്സാനും മനസ്സുകൊണ്ട് അള്ളാഹുവിനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മളുടെ ഈമാനും ഇസ്ലാമും വളർന്നു വരികയാണെങ്കിൽ എന്തെല്ലാമാണ് ഇവിടെ നമ്മളിൽ ഉണ്ടാകാവുന്ന മാറ്റം. വിശുദ്ധ ഖുർആൻ പറയും, വമാ തകൂനു ഫീ ശൈഇൻ, നീ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ, നീ ഖുർആനിൽ നിന്നൊരു ആയത്ത് എങ്കിലും ഓതുകയാണെങ്കിലും, വമാ തഅലമൂന മിൻ അമലിൻ വമാ തഅമലൂന മിൻ അമലിൻ, നീ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, ഇല്ലാ കുന്നാ അലൈക്കും ഷഹീദ, നാം ആ കാര്യത്തോടൊപ്പം, ആ ഖുർആൻ പാരായണത്തോടൊപ്പം, ആ പ്രവൃത്തിയോടൊപ്പം നിന്റെ കൂടെയുണ്ട്. നിനക്ക് സാക്ഷിയായി എല്ലാം കണ്ടുകൊണ്ട്, കേട്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് ഞാനുണ്ടവിടെ. ഇത് തുഫീലൂന ഫീ, നീ അതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം ഞാൻ നിന്നോടൊപ്പമുണ്ട്. വമാ യഅ്സുബു അൻ റബ്ബിക ബിമിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശങ്ങളിൽ എവിടെയെങ്കിലും ആവട്ടെ, ഭൂമിയിൽ എവിടെയെങ്കിലും ആവട്ടെ, അല്ലാഹുവിൽ നിന്ന് യാതൊന്നും മറഞ്ഞു പോവുകയില്ല. വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബർ, അതൊരു ദർറത്തിനേക്കാൾ, ധാന്യമണിയേക്കാൾ, അണുവിനേക്കാൾ ചുരുങ്ങിയത് ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അതൊക്കെയും വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. മുഅ്മിനീങ്ങളെ, ഈ ഒരു തലത്തിലുള്ള ഇഹ്സാൻ നമ്മൾ മനസ്സിലാക്കിയത്, നന്മ എന്നാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, നമസ്കരിക്കുക, നോമ്പെടുക്കുക, സക്കാത്ത് നൽകുക, സ്വതക്ക നൽകുക, ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറുക, നല്ല വാക്ക് പറയുക, ബാധ്യതകളൊക്കെ കൃത്യമായി നിറവേറ്റുക എന്നിങ്ങനെ നമുക്ക് നന്മകളെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ, പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതൊക്കെയും ചെയ്യുമ്പോൾ അത് അല്ലാഹുവിങ്കിൽ മഖ്ബൂലായ ഒരു നന്മയായി രേഖപ്പെടുത്തണമെങ്കിൽ ഇതിനെല്ലാം അല്ലാഹു സാക്ഷിയാകണം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അതല്ലെങ്കിൽ അത് സ്വീകാര്യമായ ഒരു അമലായി തീരാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ഇഹ്സാനിന് രണ്ടു ഭാഗങ്ങളുണ്ടല്ലോ. ഒന്ന്, അയഅ്ബുദൽ ഇൻസാന റബ്ബഹു കഅന്നഹു യറാഹു, റബ്ബിനെ കാണുന്നത് പോലെയാണ് ആരാധിക്കേണ്ടത്. അങ്ങനെ റബ്ബിനെ കാണുന്നു എന്ന്, കാണാൻ പറ്റുന്ന രൂപത്തിൽ, അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിൽ തൊട്ടടുത്തുള്ള റബ്ബിനോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത് എന്ന ചിന്ത, തിരിച്ചറിവുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇബാദത്തു ത്വലബ്, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ, വശൗഖ്, നമുക്ക് ആവേശം ലഭിക്കാൻ, ആരാധനകളിൽ നന്മകളോട് കൂടുതൽ കൂടുതൽ ആവേശമുണ്ടാക്കാൻ, വറഗ്ബ, നമ്മുടെ സൽക്കർമ്മങ്ങൾക്കെല്ലാം അല്ലാഹുവിൽ നിന്ന് ഉത്തമമായ പ്രതിഫലം പ്രതീക്ഷിക്കാൻ, വമഹബ്ബ, അല്ലാഹുവെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെ കാണുന്നത് പോലെ, ഇന്നനി മഅകുമാ അസ്മഉ വ അറാ എന്നാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മൂസ, നിങ്ങൾ രണ്ടുപേരും ഫിറഔന്റെ അരികിൽ പോവുക, എന്നിട്ട് അയാളോട് നമ്മുടെ കാര്യം പറയുക, ദീന് പറയുക, തൗഹീദ് പറയുക, ഇസ്രായേൽ സന്തതികളെ മോചിപ്പിക്കാൻ, സ്വതന്ത്രരാക്കാൻ ആവശ്യപ്പെടുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം നെഞ്ചത്ത് കരവിച്ച് നിലവിളിച്ചു പോയി, പടച്ചവനെ,
ഇന്നാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. പടച്ചവനെ, ആരുടെ അരികിലേക്കാണ് ഞങ്ങൾ പോകേണ്ടത്? ഫിറൗനിന്റെ അരികിലേക്കോ? അയാളുടെ അരികിലേക്ക് അടുക്കാൻ കഴിയാത്ത രൂപത്തിൽ അയാൾ അതിക്രമിയാണ്. അയാൾ ഞങ്ങൾക്കെതിരെ അതിക്രമം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു, കല്ല ലാ തഖാഫ. വല്യപ്പ പറയില്ലേ, വല്യപ്പാന്റെ കുട്ടികൾ ഉപ്പപ്പാന്റെ കുട്ടികൾ പേടിക്കണ്ട. ഉമ്മ പറയില്ലേ, പേടിക്കണ്ട, ഞാൻ നോക്കി നിൽക്കണ്ട് പോയിക്കോന്ന് പറയില്ലേ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ, കല്ലാ ലാ തഖാഫ ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ. ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ. നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങളുടെ സംരക്ഷകനായി ഞാനുണ്ടാകും എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് വന്ന ആ ഒരു ആത്മവിശ്വാസം, അഭിമാനബോധം, ആ ഒരു ധൈര്യം, ആ ഒരു സൽക്കർമ്മത്തിനുള്ള ആവേശം, അതുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാവണം നമ്മുടെ ഈമാൻ. അതാണ് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. അങ്ങനെ നമ്മളെ കാണുന്ന, കേൾക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന് അറിയുമ്പോൾ ആ റബ്ബിനോട് നമുക്കുള്ള സ്നേഹം നിരന്തരമായി വർദ്ധിക്കുകയും ആ വർധനവിനനുസരിച്ച് നമ്മൾ ഇബാദത്തുകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയും സർവ നന്മകളോടും ആവേശപൂർവം നമ്മൾ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു എന്ന് സാക്ഷ്യപ്പെടുത്തിയ അതിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്തറിയോ? ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. റബ്ബിനെ നീ കാണുന്നില്ലായിരിക്കാം, പക്ഷേ റബ്ബ് നിന്നെ കാണുന്നു എന്നത് നീ മറക്കരുത്. അടങ്ങിയാലും ഇളകിയാലും. അങ്ങനെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, ഫഅബ്ദുഹു കന്നഹു ഹുവല്ലദീ യറാക ഇബാദത ഖായിഫിൻ മിൻഹു ഹാരിബുൻ മിൻ അസാബിഹി വ ഇഖാബിഹി. ഇളകാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു നമ്മളോട് കൂടെ കണ്ടും കേട്ടുകൊണ്ടും ഉണ്ട് എന്നറിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു പേടിയുണ്ടല്ലോ, ഭയം അല്ലേ? ഒന്നും വേണ്ട, വാപ്പുണ്ടെങ്കിൽ വീട്ടിൽ എന്തോ ഒരു ശാന്തിയായിരിക്കും നോക്കാൻ. വാപ്പലേശം ദേശീയക്കാരനോടെയാണെങ്കിലോ മക്കളുടെയൊക്കെ എല്ലാ ഒച്ചയും വിളിയും ഒക്കെ അടങ്ങി ഒക്കെ നല്ല കുട്ടികളായി മാറും. ചെറുപ്പക്കാരൊക്കെ ആയിട്ട് ആൺകുട്ടികളോട് പ്രത്യേകിച്ചും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വികൃതിയും പറഞ്ഞാൽ കേൾക്കാത്തതൊക്കെ ഉണ്ടാവുമ്പോ വാപ്പണ്ട് വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് ഉമ്മ പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറയല്ല, റബ്ബിന് ഉദാഹരണം പറയാൻ പാടില്ല, പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ചില സംഗതികളാണ്. താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് പറയുന്നത് കേൾക്കാം. എന്ന ഒരവസ്ഥയിൽ റബ്ബിൽ നിന്ന് നമ്മൾക്ക് വേർപെടാൻ, രക്ഷപ്പെടാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോ നമ്മളിൽ ഉണ്ടാകുന്ന ഭയം, അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ പ്രതികാര നടപടിയെ സംബന്ധിച്ചുണ്ടാകുന്ന ഭയവും, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല എന്ന വിനയവും തിരിച്ചറിവും നിസ്സാരതയുമൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഭയവും നമ്മളുടെ ആരാധനകൾക്ക് വർദ്ധിപ്പിക്കാനും നന്മകളിൽ നമുക്ക് കൂടുതൽ ആവേശമുണ്ടാക്കാനും നന്മകളിൽ മനഃപൂർവ്വം പങ്കെടുക്കാനുമുള്ള മനസ്സ് നമ്മിൽ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെയാണ് അള്ളാഹുവിനുള്ള ആരാധന രണ്ട് കാര്യങ്ങളുള്ളതാണ് ഉൾക്കൊള്ളുന്നത് എന്നർത്ഥം. ഒന്ന്, ഗായത്തുൽ ഹുബ്ബി ഫില്ലാഹ്, അള്ളാഹുവോടുള്ള അങ്ങേ അറ്റത്ത് ഇഷ്ടത്തിൽ നിന്നും രൂപം കൊള്ളുന്ന ആരാധന. മറ്റൊന്ന് ഗായത്തു തഅ്ലീമി വദ്ദുല്ല്, അള്ളാഹുവിന്റെ മഹാത്മ്യത്തെയും സ്വന്തം നിസാരതയെയും കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന ഭയപ്പാടുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ആരാധനയിലെ ആത്മാർത്ഥതയും വിനയവും താഴ്മയും ഏകാഗ്രതയും ഒക്കെ ഇതിന്റെ ഫലമായിട്ടുണ്ടാകും. ഇതാണ് ശരിയായ ഇഹ്സാൻ. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. ഏറ്റവും നല്ല മതം ആചരിക്കാൻ കഴിയുക ആർക്കാണെന്നോ, വമൻ അഹ്സനു ദീനൻ, ഏറ്റവും നല്ല മതം ആചരിക്കാൻ കഴിയുക മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അള്ളാഹുവിന് സമ്പൂർണമായി കീഴ്പ്പെടുകയും വഹുവ മുഹ്സിൻ, ആ കീഴ്പ്പെടൽ ഇഹ്സാൻ ചെയ്തുകൊണ്ട് ആയിരിക്കുകയും ചെയ്യാൻ ആവാൻ ഒരാൾക്ക് സാധിച്ചാൽ അവനാണ് ഏറ്റവും നല്ല മതം ആചരിക്കാൻ കഴിയുക. മറ്റൊരായത്തിൽ അള്ളാഹു പറയും, വമൻ യുസ്ലിം വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, അള്ളാഹുവിന് ഇഹ്സാൻ ചെയ്തുകൊണ്ട് ഒരാൾക്ക്
വിധേയപ്പെടാൻ സാധിച്ചാൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, ഒരിക്കലും പ്രതീക്ഷ തെറ്റാത്ത അങ്ങേയറ്റം പ്രതീക്ഷയുള്ള ഉറപ്പുള്ള ഒരു പിടിയിലാണ്, ഒരു അവലംബത്തിലാണ് അവൻ പിടിമുറുക്കിയിരിക്കുന്നത്. ആ പിടി വ ഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, റബ്ബിന്റെ പരലോക വിജയത്തിലാണ് അത് അവസാനിക്കുക എന്നൊക്കെ ഖുർആൻ പറഞ്ഞത് ഈ ഒരു സംഗതി കൊണ്ടാണ്. മൂന്നാമതൊരായത്ത് നോക്കുമ്പോൾ ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഏതെങ്കിലും ഒരാൾക്ക് പൂർണ്ണമായി ഇഹ്സാൻ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അണയാൻ സാധിച്ചാൽ, റബ്ബിന് കീഴ്പ്പെടാൻ സാധിച്ചാൽ അവന്റെ സർവ സൽക്കർമ്മങ്ങൾക്കും അവന് പ്രതിഫലം ലഭിക്കും എന്ന് മാത്രമല്ല വലാ ഖൗഫുൻ അലൈഹിം, അവന്റെ മരണാനന്തര ജീവിതം നഷ്ടത്തിലായിരിക്കുമെന്ന ഒരു ബേജാറും ഒരു ഭയവും അവന് ആവശ്യമുണ്ടാവില്ല. അങ്ങനെ ഒരു പേടിയുടെ ആവശ്യം അവനുണ്ടാവില്ല. വലാ ഹും യഹ്സനൂൻ, മരണാനന്തര ജീവിതം ദുനിയാവ് ഒന്നുകൂടി മെച്ചപ്പെടുത്താമായിരുന്നല്ലോ എന്ന സങ്കടവും ഉണ്ടാവുകയില്ല. ഇതാണ് ഇഹ്സാനിന്റെ പ്രത്യേകത. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നീതി പുരസ്സര നിലപാടുകൾ എടുക്കാനും ഇഹ്സാൻ ചെയ്ത് ജീവിക്കാനുമാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന്. ഇതിനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തിജാറത്തുൻ റാബിഹ എന്ന്, തിജാറത്തുൻ ലൻ തബൂർ എന്ന്, ലാഭം മാത്രം പ്രതീക്ഷിക്കാവുന്ന, നഷ്ടത്തെ സംബന്ധിച്ച് ബേജാറേ വേണ്ടാത്ത ഒരു കച്ചവടമാണത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം എന്ന സൂറത്ത് സഫിലെ ആ പ്രയോഗം വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഒരു കച്ചവടത്തെ പറയട്ടെ, ആ കച്ചവടം കൊണ്ടുണ്ടാകാവുന്ന നേട്ടം തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയുടെ ലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നതാണ്. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അതിൽ നിങ്ങൾ മുതലിറക്കേണ്ടത് നിങ്ങളുടെ ഈമാൻ നന്നാക്കുക എന്നതാണ്. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ മാനസികമായി തയ്യാറാവുക എന്നതുമാണ് അതിൽ മുതൽ മുടക്കേണ്ടത്. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, ദുനിയാവിൽ എന്ത് സമ്പാദിക്കുന്നതിനേക്കാളും ഗുണകരമായത് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് കിട്ടാൻ പോകുന്ന നേട്ടം? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മളിൽ നിന്ന് വന്ന വീഴ്ചകൾ റബ്ബ് നമുക്ക് മാപ്പാക്കി തരും. വയുദ്ഖിലക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗ്ഗലോകങ്ങളിൽ പ്രവേശനം നൽകപ്പെടും. ജന്നാത്തു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തു അദിൻ, അത്യുന്നതമായ സ്വർഗ്ഗത്തിൽ വിശുദ്ധ ഭവനങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടും. ദാലിക്കൽ ഫൗസുൽ അളീം, ഇത്രയും മഹത്തായ ഒരു വിജയം വേറെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതാണ്. അതേ സമയത്ത് മറ്റൊരു തിജാറത്തുൻ ഖാസിറയെ കുറിച്ചും, പരാജയപ്പെട്ട, എന്ത് ചെയ്തിട്ടും രക്ഷയില്ലാത്ത മറ്റൊരു കച്ചവടത്തെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് അൽ-ബഖറയുടെ 12, 13, 14 ആയത്തുകൾ അതിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ കച്ചവടത്തെ കുറിച്ച്. അല്ലാഹു പറയുന്ന എന്താ അറിയോ? വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്നാ, വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണെന്ന് നടിക്കും അവർ. വൈദാ ഖലാ ഇലാ ശയാത്തീനി ഇലാ ബഅദുഹും വൈദാ ഖലാഉ ഇലാ ശയാത്തീനിഹിം, സ്വന്തം വൃത്തികെട്ടവരുടെ കൂട്ടുകെട്ടിലേക്ക് മാറിയാൽ അവർ പറയും ഇന്നാ മഅക്കും, ഞങ്ങൾ ഈമാനുള്ളവരൊന്നും അല്ല, ഞങ്ങളും നിങ്ങളും ഒന്ന് തന്നെയാണ്, നിങ്ങളോടാണ് ഞമ്മക്ക് താല്പര്യം. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ ഈ താടിയും തലപ്പാവും വർദ്ധിയും മഫ്തിയൊക്കെ ഇട്ട് മുറിയൻ പാൻറിട്ട് കിടക്കണം വരെ കൂടെ നടന്നത് ഓലെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങൾ പറയും. അവർ അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അവർക്ക് അള്ളാഹുവിന്റെ പരിഹാസം ലഭിക്കുന്ന ഒരു സമയം വരാനിരിക്കുന്നുണ്ട്. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അതുവരെ സ്വന്തം അതിക്രമത്തിൽ അവരങ്ങനെ മുങ്ങി മത്തന്മാരായി ജീവിക്കാൻ വേണ്ടി വയമുദ്ദുഹും, അള്ളാഹു അവരെ നീട്ടിയിട്ടതാണ് അവരുടെ ആയുസ്. എന്നിട്ട് അല്ലാഹു പറയാ ഉലൈകല്ലദീന ഇസ്തറവുൽ ളലാലത ബിൽ ഹുദാ, അവർ സന്മാർഗം വിറ്റ് ദുർമാർഗം വില കൊടുത്ത് വാങ്ങിയവരാണ്. ഫമാ റബിഹത് തിജാറത്തുഹും,
ആ കച്ചവടം അവർക്ക് ലാഭമുണ്ടാക്കാത്ത കച്ചവടമാണ്, നഷ്ടക്കാരായിരിക്കും അവർ, അത് നഷ്ടപ്പെടുന്ന ബിസിനസ്സാണ്. വമാക്കാനു മുഖ്തദീൻ, അവർക്കൊട്ട് ഹിദായത്ത് ലഭിക്കുകയുമില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം സത്യപ്പെടുത്തിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ച ആ ഇഹ്സാൻ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. കേവലം നല്ലവരാണ് എന്ന് നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും പറയിപ്പിക്കുന്നതിൽ ഒതുങ്ങേണ്ടതല്ല. കാര്യം അള്ളാഹുവിന് ബോധ്യപ്പെടുത്താൻ കഴിയണം. നമ്മൾ മനുഷ്യനുകളാണ് എന്ന് റബ്ബിന് നമ്മളെ സംബന്ധിച്ച് ബോധ്യമുണ്ടാകുന്ന സമയത്താണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി മാറുക. അത്തരക്കാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا وحبيبنا وشفيعنا وصفينا محمد الأمين وعلى آله وصحابه الفائزين برضا الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. ما بعد أيها الإخوان اتقوا الله وكونوا عباد الله. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദിവസമാണ് വെള്ളിയാഴ്ച. ആഴ്ചകളിൽ എന്നും വെള്ളിയാഴ്ചയിൽ നമ്മൾ പ്രത്യേകമായി പാലിക്കേണ്ടുന്ന ഒരുപാട് അദബുകളും സുന്നത്തുകളുമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ പല കാര്യങ്ങളും നമ്മൾ കേട്ടു. ഇമാം അഹ്മദ്, തുർമുദി, ദാറഖുത്നി, ഇമാം അബൂദാവൂദ്, നസാഇ, ഇബ്നു മാജ എന്നിവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമ്മൾ കേട്ടുക. ഔസ് ഇബ്നു ഔസ് സഖഫി റളിയല്ലാഹു അൻഹു പറയാ, സമീഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയാ, മൻ ഗസ്സല വഗ്തസല യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയിൽ ഒരാൾ വളരെ നല്ല രൂപത്തിൽ ജനാബത്ത് കുളിക്കുന്ന രൂപത്തിൽ കുളിച്ചു. വബക്കറ വബുത്തക്കറ, ഏറ്റവും നേരത്തെ പള്ളിയിലെത്താൻ വേണ്ടി ശ്രമിക്കുകയും എത്തുകയും ചെയ്തു. ആ വരവ് മശ വലം ഇർക്കം, കഴിയുന്നത് നടന്നുകൊണ്ടായിരിക്കാവുകയും ചെയ്തു. വദനാമിനൽ ഇമാം, എന്നിട്ട് ഇമാമിനോടടുത്ത് മുമ്പിലെ സൊഫുകളിൽ ഇടം ലഭിക്കുകയും ചെയ്തു അയാൾക്ക്. അങ്ങനെ വസ്തമഴ, ഖുതുബ നന്നായി ശ്രദ്ധിച്ചു കേട്ടു. വലം യൽഗു, ഖുതുബ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു ശബ്ദമോ ചിരിയോ മറ്റു ശ്രദ്ധ തെറ്റലോ യാതൊന്നും അയാളിൽ നിന്ന് ഉണ്ടായതുമില്ല. എങ്കിൽ കാനലഹു ബികുല്ലി ഖുതുബത്തിൻ അജ്റു സനത്തിൻ, ഒരു വർഷം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഒക്കെ പുണ്യം, അത്രയും പുണ്യം അയാൾ അന്ന് പള്ളിയിലേക്ക് വരുമ്പോഴുള്ള ഓരോ കാൽപ്പാടുകൾക്കും ലഭിക്കും. അജ്റു സുയാമിഹ വ ഖിയാമിഹ, ആ ഒരു വർഷം അയാൾ നിറവേറ്റിയ നോമ്പിൻ്റെ അത്രയും കൂലി, ആ ഒരു വർഷം അയാൾ നിർവഹിച്ച നമസ്കാരത്തിൻ്റെ അത്രയും കൂലി. അപ്പോൾ ഇപ്പോൾ വാഹനങ്ങളുടെ കാലല്ലേ എന്നൊക്കെയാണ് പറയാം, നിങ്ങളും വണ്ടിയിലല്ലേ വരുന്നത് എന്നും പറയാം. അതുകൊണ്ടൊന്നും പക്ഷേ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പ്രയോഗം, അതിൻ്റെ അർത്ഥം മാറ്റി എൻ്റെ സൗകര്യത്തിന് പറയാൻ കഴിയില്ലല്ലോ. പള്ളിയുടെ അടുത്തുള്ള ആളുകൾക്കൊക്കെ എന്തായാലും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. വണ്ടി ഒന്ന് മാറ്റി വെച്ച് കാൽനടയായി ഒന്ന് പോന്നാൽ, ആ വിഷയത്തിൽ കുറച്ച് നേരത്തെ വന്നാൽ, പ്രത്യേകമായി പറഞ്ഞത് പിന്നെ തുമ്മദ്ദന മഴൽ ഇമാം, ബാക്കിലെ സെഫിലേക്ക് മാത്രം പോകാതെ പരമാവധി മുമ്പിലെ സെഫില് കിട്ടാൻ ശ്രമിച്ച് സെഫുകളൊക്കെ പൂർത്തിയാക്കി നിവൃത്തികേട് കൊണ്ട് മാത്രം പിന്നിലേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ബാക്കിയെല്ലാം റെഡിയാണ്, പരമാവധി നേരത്തെ വരുന്നുണ്ട്, എല്ലാവരും കുളിച്ച് ശുദ്ധിയായി വരുന്നുണ്ട്, സുഗന്ധം ഉപയോഗിക്കുന്നുണ്ട്, ഏറ്റവും നല്ല വസ്ത്രമുണ്ട്, എല്ലാം നമ്മൾ പൂർണ്ണരാണ്. പക്ഷെ പള്ളിയിൽ വരുമ്പോൾ പള്ളിയിൽ ഇമാമിനോട് ചേർന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സഫുകൾക്ക് വേണ്ടി ഒരു ശ്രദ്ധയുണ്ടാവുക എന്നത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ജാഗ്രത കാണിക്കേണ്ടുന്ന വിഷയമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തഫക്കൽ ഉലമാ അലാ തഹരീമിൽ ബൈഅ ബൈദൻ നിദാഅ് എന്നാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളിയാഴ്ച അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ എന്നാണ് നമ്മൾ ഓതി കേൾക്കാവുന്ന ആയത്തുകൾ. എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, വിശ്വാസികളെ, വെള്ളിയാഴ്ച ജുമുഅയുടെ ബാങ്ക് വിളി കേട്ടാൽ
നിങ്ങൾ പള്ളിയിലേക്ക് പെട്ടെന്നെത്തണം എന്ന് പറയുന്നത് ഓടി വരണം എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ നമ്മുടെ മനസ്സ് പള്ളിയിലാവണം. ബാങ്ക് വിളിച്ചാൽ അത് കേട്ടാൽ മനസ്സ് പള്ളിയിലെത്തിയിരിക്കണം. പരമാവധി നേരത്തെ പള്ളിയിലേക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. ഒപ്പം വദറുൽ ബൈഅ, എല്ലാ ദുനിയാ കാര്യങ്ങളിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുകയും വേണം എന്ന് പറഞ്ഞ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചൊരു പ്രയോഗമാണ് ഇത്തഫഖൽ ഉലമാഉ. മുസ്ലിം പണ്ഡിതന്മാരുടെ ഇത്തിഫാഖുള്ള, ഐക്യമുള്ള, യോജിപ്പുള്ള, ഇജ്മാ ഉള്ള വിഷയമാണ് അലാ തഹരീമിൽ ബൈഅ ബഅദൻ നിദാ. വെള്ളിയാഴ്ച ജുമുഅക്ക് ബാങ്ക് കൊടുത്താൽ പിന്നീട് കച്ചവടം പാടില്ല, ഒരു തരത്തിലുള്ള വ്യാപാരവും പാടില്ല, അത് നിഷിദ്ധമാണ് എന്നതിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് എതിരഭിപ്രായങ്ങളില്ല ഒരു കാലത്തും. വലാഹിറുൽ ആയത്തി, ഈ ആയത്തിന്റെ പ്രകടമായ പ്രത്യക്ഷമായ അർത്ഥം ആദമു സിഹത്തുൽ ബൈഅ ബഅദൻ നിദാ എന്നാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ അലീമിൽ എഴുതി വെച്ചത്. വലാഹിറുൽ ആയ, ഈ ആയത്തിന്റെ പ്രത്യക്ഷമായ അർത്ഥം ആദമു സിഹത്തുൽ ബൈഅ, കച്ചവടം സ്വഹീഹല്ല, സ്വീകാര്യമല്ല, ബഅദൻ നിദാ, ബാങ്കിന് ശേഷം എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, പലതരത്തിലുള്ള ദുനിയാ വ്യാപാരങ്ങളിൽ മുഴുകുന്നവർ എല്ലാം ഇതിനുള്ളിൽ പെടും. കേവലം ഒരു പച്ചക്കറി കച്ചവടക്കാരനും ഒരു മലയരി കച്ചവടക്കാരനും മാത്രമല്ല ഇതിൻ്റെ പരിധിയിൽ വരിക. എല്ലാ തരം ദുനിയാ വ്യാപാരങ്ങളും മാറ്റിവെച്ച് പള്ളി, ജമാഅത്ത്, ജുമുഅ പരമാവധി നേരത്തെ എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറണം. ഫുഖഹാക്കൾ പറയും, അങ്ങനെ ഒരു കച്ചവടം ചെയ്താൽ അതിൻ്റെ പേരിൽ അയാളുടെ ജുമുഅക്കല്ല തടസ്സം വരിക, ആ കച്ചവടം ഒരു തെറ്റാണ്, കുറ്റമാണ് എന്നത് അയാൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്ന് ഫുഖഹാക്കളും പറയും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കണം. വെള്ളിയാഴ്ച ജുമുഅക്ക് ബാങ്ക് വിളിച്ചാൽ കച്ചവടം പാടില്ല എന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പള്ളി വരണം, പള്ളി എന്ന് മനസ്സിലുണ്ടാവണം. പരമാവധി നേരത്തെ എത്തണം. വെള്ളിയാഴ്ച എന്നത് നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഒരാഴ്ചയിലെ ഏറ്റവും പുണ്യകരമായ ദിവസമാണ് എന്ന ആ ഒരു ചിന്ത കൂടി നമുക്കുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം ഈമാനായും ഈമാനിനെ ഇഹ്സാനായും പരിവർത്തിപ്പിച്ച് അത്യുത്തമരായ മുസ്ലിമീങ്ങളായി ജീവിക്കാനും മരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാക്കും പ്രവൃത്തിയും ആരാധനകളും മനസ്സും ശരീരവും കർമ്മവിചാരങ്ങളും എല്ലാം നന്നാക്കിയെടുക്കാൻ ഇഹ്സാനിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് പ്രചോദനമായി തീരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചുവോ, ജിബ്രീൽ അലൈഹിസ്സലാം ഏത് ആശയം പഠിപ്പിച്ചുവോ ആ ആശയം കൃത്യമായി മനസ്സിലാക്കുവാനും അത് പ്രാവർത്തികമാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ആദരവോടുകൂടി പിന്തുടരുവാനും നമുക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുന്ന, അള്ളാഹുവെ അതിരറ്റ് ഭയപ്പെടുന്ന, ഭയവും സ്നേഹവും ജീവിതത്തിൻ്റെ വിശുദ്ധമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു സാഹചര്യം, അതിനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ആരോഗ്യവും ദീർഘായുസ്സും ഈമാനും ഹിദായത്തും തഖ്വയും ഇഖ്ലാസും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരയണമേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിനക്ക് ഇബാദത്തെടുക്കാനും നിന്റെ തൃപ്തി നേടുന്നവരായി നീ ഇഷ്ടപ്പെടുന്ന ദിവസം, നീ ഇഷ്ടപ്പെടുന്ന സമയം, നിന്റെ ഇഷ്ടക്കാരുടെ കൂടെ ഈ ദുനിയാവിൽ നിന്ന് വേർപെടുവാനും ദുനിയാവിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അവസരങ്ങളും നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരിൽ ഉൾപ്പെടുവാനും അള്ളാഹുവെ ഞങ്ങളെ തൗഫീഖ് ഏകണമേ റഹ്മാനെ. അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഞങ്ങൾക്ക് ശിഫയാക്കി തരയണമേ റഹ്മാനെ. ഞങ്ങൾ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യമായും നേരിടുന്ന എല്ലാ വെല്ലുവിളികളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ സത്യവിശ്വാസികൾക്ക് മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ, മർഹമത്ത് നൽകണമേ റഹ്മാനെ. അവരുടെ കബറിടങ്ങളെ വിശാല സ്വർഗപ്പൂങ്കാവനങ്ങളാക്കണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.